have been arrested on suspicion of murder after an 80-year-old man was allegedly kicked to death in a park. Bim Sen Kohli was walking his dog through Franklin Park in Leicestershire when he suffered a serious assault at the hands of a group of young people. He died in hospital just one day after the attack. എല്ലാവർക്കും നമസ്കാരം. ഡാനിയൽ പെരേരയാണ്. സുജീവ് അല്ല, നീ അത് പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഒരുപാട് ആലോചിച്ചിട്ട് പറയുമ്പോൾ ഒന്ന് ചിരി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ട് വരണ്ടേ. സോ എനിവേ, നമ്മൾ 1-2 അപ്ഡേറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. സോ അയർലൻഡിൽ ഇപ്പോൾ നിലവിൽ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പെർമിറ്റാണ് നിങ്ങൾക്ക് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജോലി മാറാനുള്ള പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ജോലി ചേഞ്ച് ചെയ്യണം. ആ 2 വർഷത്തെ കോൺട്രാക്റ്റാണ് ഒരു ക്രിട്ടിക്കൽ സ്കില്ലുള്ള ജോലി എന്ന് പറയുന്നത്. അതിൽ വർക്ക് ചെയ്യേണ്ട മിനിമം സമയം ഇപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അയർലൻഡിൽ. സോ മിനിമം സമയം നേരത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 12 മാസമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ 9 മാസമാക്കി കുറച്ചിട്ടുണ്ട്. പണ്ട് 1 വർഷമെങ്കിലും നമ്മൾ മിനിമം അത് ക്രിട്ടിക്കൽ സ്കില്ലിന് മാത്രമേ ഉള്ളൂ, അതോ ജനറൽ പെർമിറ്റിനും ഉണ്ടായിരിക്കും? ഇല്ല, അത് ക്രിട്ടിക്കൽ സ്കില്ലിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മൾ 2 വർഷം കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് വരുന്നു, നമുക്ക് 1 വർഷം കഴിയുമ്പോൾ നമുക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ജോലിയിലോട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പുതിയൊരു ക്രിട്ടിക്കൽ സ്കില്ലിന്റെ ഇത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. സോ നമുക്കൊരു കോൺട്രാക്ട് നമുക്ക് ഒരു ക്രിട്ടിക്കൽ സ്കിൽ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സെയിം അതിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ജോലി ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇത് സെയിം ജോലിയിലോട്ടായിരിക്കണം മാറുന്നത്. സെയിം ജോലിയിലോട്ട്. ഇപ്പോൾ ഒരു നേഴ്സാണെങ്കിൽ നേഴ്സിന് പോയിട്ട് എഞ്ചിനീയർ ആവാൻ പറ്റത്തില്ല, എഞ്ചിനീയറിന് പോയിട്ട് നേഴ്സ് ആവാൻ പറ്റത്തില്ല. മനസ്സിലായോ? സോ അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്, ഇപ്പോൾ സാധാരണ അത് പറയുമ്പോൾ ആൾക്കാർ അതെന്ത് പൊട്ട കമ്പാരിസൺ ആണ് ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ എനിവേ സാധ്യതയുള്ളവർ, അത് ഒരിക്കലും പോസിബിൾ അല്ല. നേഴ്സ് ഒരിക്കലും എഞ്ചിനീയർ ആവത്തില്ല. സോ ബട്ട് സാധ്യതയുള്ളൊരു സാധനമുണ്ട്. ഇപ്പോൾ എഞ്ചിനീയർ ആയിരിക്കുന്ന ഒരാൾക്ക് ജോലി നഷ്ടപ്പെടാൻ, ജോലി മാറിയായി പെട്ടെന്ന് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് സാധ്യതയല്ല. അങ്ങനെ നടക്കത്തില്ല. ആ സെയിം ഇതിൽ തന്നെ നമ്മൾ മാറണം. സോ അല്ലാന്നുണ്ടെങ്കിൽ ആ സെയിം ജോബ് കാറ്റഗറിയിൽ വരണം. ഇപ്പോൾ എഞ്ചിനീയർ ആയിരിക്കുന്ന ഒരാൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ വരുന്ന ആ ഒരു ജോബ് കാറ്റഗറിയിൽ വരുന്ന വേറെ ജോബ് ടൈറ്റിലോട്ടുള്ള ഇതിലോട്ട് മാറാൻ സാധിക്കും. പക്ഷേ അതിൽ വരാത്ത ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ ഒന്നിലോട്ടും പോകാനായിട്ട് സാധിക്കത്തില്ല. സോ അതാണ്. പിന്നെ അതിപ്പോൾ റീസെൻ്റ്ലി വന്നതാണ്. സോ പിന്നെ നമ്മുടെ അതാണ് അതിൻ്റെ ഈ ജോലി നമ്മളിപ്പോൾ പെട്ടെന്ന് മാറുന്നതിനെ കുറിച്ചുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കമ്പനി നിങ്ങളെ പറഞ്ഞു വിടുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് ലേ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ജോലി അന്വേഷിക്കാനായിട്ട് സമയമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ജോലി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 28 ദിവസത്തിനുള്ളിൽ അയർലൻഡിലെ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മളിത് അറിയിച്ചിരിക്കണം. വിസയുടെ നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം. അതെ. സോ നമുക്കിവിടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ എന്നിട്ട് നമ്മൾ വിസ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു 6 മാസത്തെ വിസ നമുക്ക് വീണ്ടും തരും. അതുപയോഗിച്ച് നമുക്ക് ഈ ജോലിയിലോട്ട് പുതിയൊരു ജോലി അതെ തീർച്ചയായിട്ടും പുതിയൊരു ജോലി നമുക്ക് കണ്ടെത്താനുള്ള സമയം തരും. 6 മാസത്തിനുള്ളിൽ നമുക്ക് വേറെ ജോലി കണ്ടെത്താവുന്നതാണ്. ഇവിടെ ജോലി ഇല്ല നമുക്ക് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർക്കിപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇവിടെ കണ്ടിന്യൂ ചെയ്ത് അവർക്കൊരു പുതിയ ജോലി കിട്ടുന്നവരെ ഇവിടെ നിൽക്കാനുള്ള ഒരു വിസ ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യും. 6 മാസത്തെ വിസ നമ്മൾ ഗവൺമെന്റ് അറിയിക്കണം. നമ്മുടെ ജോലി 28 ദിവസത്തിനുള്ളിൽ നമ്മൾ ജോലി നഷ്ടമായി എന്ന് പറഞ്ഞ് അറിയിക്കുമ്പോഴത്തേക്കും നമുക്ക് ഗവൺമെന്റിൽ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വിസ എക്സ്റ്റൻഷൻ തരും. അതിനുശേഷം നമ്മൾ 6 മന്ത്സിനുള്ളിൽ നമ്മൾ പുതിയ വിസ പുതിയ ജോബ് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ജോബ് കണ്ടുപിടിച്ച് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് വർക്ക് പെർമിറ്റ് കിട്ടുമല്ലോ. വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് നമുക്ക് നോർമൽ വിസയായിട്ട് പിന്നെ മാറ്റി അതെ തീർച്ചയായിട്ടും. അത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്റർപ്രൈസിനെയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്റർപ്രൈസ്, ട്രേഡ് ആൻഡ് എംപ്ലോയ്മെന്റ് അവരെയാണ് ഈ അതിലുപയോഗിക്കേണ്ട നോട്ടീസ്. അതിനൊരു നോട്ടിഫിക്കേഷൻ ഫോം ഉണ്ട്, അതിൻ്റെ പേരാണ് റിഡൻഡൻസി നോട്ടിഫിക്കേഷൻ ഫോം എന്ന് പറഞ്ഞൊരു ഫോമുണ്ട്. സോ ആ ഫോം ഉപയോഗിച്ച് നമ്മൾ അവരെ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 മന്ത്സിൻ്റെ
നമുക്ക് വിസ എക്സ്റ്റൻഷൻ കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി പോകുന്നു എന്നത് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. സോ നിങ്ങൾക്ക് വീണ്ടും വിസ ഒപ്പിക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അത് ഒരു നല്ലൊരു കാര്യമാണ്. സോ ഇതാണ് ജോലി പോകുന്നതിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു ഇത് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പെരിഫറലായിട്ട് നമ്മൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇങ്ങനെ നീണ്ടുപോകും, നിങ്ങൾ അവസാനം വരെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ citizeninformation.in പോയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ മാക്സിമം ഇതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് താഴെ കമൻറ്റിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. സോ നിങ്ങൾക്ക് ജോബ് ചേഞ്ചിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ജോബ് ലൂസ് ചെയ്തതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ പോയി നോക്കാവുന്നതാണ്. സോ അതാണ് ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഇപ്പോൾ ലൈക്ക് പുതിയതായിട്ട് വരുന്നൊരു നഴ്സസിന് ആപ്ലിക്കബിൾ അല്ല എന്നാൽ തന്നെ ഞാൻ പറയുക, ഇപ്പോൾ നാട്ടിൽ നിന്ന് കയറി വരുന്ന ഇവിടെ നമുക്കൊരു 2 year എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നഴ്സുമാർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നഴ്സസിൻ്റെ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജർ ലെവലിലുള്ള ആൾക്കാർക്കൊക്കെ ശമ്പളം കൂടിയിട്ടുണ്ട്. ഓക്കെ. സോ അതൊരു ഭയങ്കര ഹാപ്പി ന്യൂസാണ്. കാരണം നമ്മളിപ്പോൾ ഒരു മാനേജർ ലെവൽ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇത്ര ശതമാനം സാലറി ആയിരിക്കും നമ്മൾ ആ ഒരു നമ്മളിപ്പോൾ ഓക്കെ നമ്മളൊരു മാനേജ് ലെവൽ 1 ആയെന്ന് വെച്ചോ, ആ 1 നിന്നുകൊണ്ട് നമ്മൾ കുറേ നാൾ ആ 1 തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി ഇൻക്രിമെൻ്റ് ഒന്നും വേറെ കാണുന്നില്ല, നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം നഴ്സസിന് അങ്ങനെയല്ല, നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് നോർമലി സാലറി കൂടിക്കൊണ്ടേയിരിക്കും. പൊതുവേ എല്ലാവരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനേജർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നഴ്സുമായിട്ട് ഒരുപാട് സാലറിയിൽ വ്യത്യാസം വരത്തില്ല, ലൈക്ക് കുറച്ച് സാലറിയിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം മൊത്തത്തിലെ ഇവർ മാനേജ്മെൻറ്റ് ആൾക്കാരുടെ ലെവൽ ഇത് കൂട്ടിയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ മാനേജർ ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ നമ്മൾ അങ്ങനെ ഒരു മാനേജറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മാറി നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ താഴത്തെ ലെവലിലല്ല നമ്മൾ പിന്നെ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേമിൽ നിന്ന് നമ്മൾ വേറെ ഫേമിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ആയി കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം ഇതിൽ തന്നെ നമുക്ക് പോകും, സെയിം ഗ്രേഡിൽ തന്നെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അങ്ങനെ ആയിരിക്കും നമുക്ക് അടുത്ത ലൈക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കുറേ നാൾ നമ്മൾ ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ സാലറിയിൽ ഇൻക്രിമെൻ്റ് ഒന്നും വലിയ വ്യത്യാസം കാണുന്നില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ റീസെൻ്റ്ലി അവർ ഇത് HSC മോർ ആപ്ലിക്കബിൾ ടു HSC ആണ്. HSC ലെവലിലാണ് നമുക്ക് സാലറി ഇങ്ങനെ കൂട്ടിയിരിക്കുന്നത്. നഴ്സസിന് പൊതുവേ ലൈക്ക് ബേസിക്സ് ലൈക്ക് എന്താണോ അവർ കഴിഞ്ഞ വർഷം ഇൻക്രിമെൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു സാലറി തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇടുന്നുണ്ട്. പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ ലൈക്ക് നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു HSCയിൽ ഇവിടെ റൂൾ ചേഞ്ച് ഉണ്ടെന്ന്. ഇപ്പോൾ റൂൾ ചേഞ്ച് ഉള്ളത് കൊണ്ട് ഇവരെപ്പോഴും ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഫസ്റ്റ് അവർ കൊടുക്കുന്നത്. 4 വർഷം മിനിമം ഇപ്പോൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ കണ്ടുവരുന്ന പൊതുവെ HSCയിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് മോർ ദാൻ 10 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ കേരളത്തിൽ വെച്ച് ഇതുവരെ റിക്രൂട്ട്മെൻറ്റ് ഒരു അപ്ഡേറ്റ് ഞാനിതുവരെ കണ്ടിട്ടില്ല. കേരളത്തിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെയും പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HSCയിൽ നിന്ന് ഡയറക്റ്റ് ആൾക്കാർ നാട്ടിൽ പോയി ഇൻ്റർവ്യൂ നടത്തുമായിരുന്നു. എറണാകുളത്തൊക്കെ വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പരിപാടി ഇതുവരെ നടന്നിട്ടില്ല. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാലും ആൾക്കാർ നാട്ടിൽ പോയി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ലൈക്ക് അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനൊരു രീതിയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ പോകുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അപ്പം നാട്ടിൽ നിന്ന് മാക്സിമം എക്സ്പീരിയൻസ് എടുത്തിട്ട് വരുന്നതായിരിക്കും ബെനിഫിറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനായിട്ട് കുറച്ചും കൂടി എളുപ്പം. സൂൺ ആഫ്റ്റർ നമ്മുടെ നഴ്സിംഗ് കോഴ്സിങ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമുക്ക് കയറി വരാൻ പറ്റുമോ, വന്നിട്ട് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാപ്പുള്ള ലൈക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ജോലി കിട്ടാൻ. കാരണം ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ പോലും ലൈക്ക് കെയറേഴ്സായിട്ട് വന്ന് പണ്ടത്തെ നഴ്സുമാർ അവർ ലൈക്ക് OET കഴിഞ്ഞിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് പോലും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം പൊതുവേ അത്ര ലൈക്ക് HSC ഫ്രീസ് ചെയ്തത് മാറ്റിയെന്ന് പറയുന്നതുണ്ടെങ്കിലും ഒരുപാട് ഓപ്പണിങ്സ് ഒന്നും ഇതുവരെ അവർ തുറന്നിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അത് HSCയുടെ ഒരു കാര്യമാണ്, അപ്ഡേറ്റ് ആണ്. പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മളിവിടെ അയർലൻഡിലെ ഇപ്പോൾ ഒരു ഇമിഗ്രേഷനെ സംബന്ധിച്ചുള്ള ടെൻഷൻ, അതിനെക്കുറിച്ച് നമ്മളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. സോ ഈ ഇമിഗ്രേഷനെതിരെയുള്ള ആ ഒരു പ്രൊട്ടസ്റ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടുന്നതിനനുസരിച്ച് തന്നെ റേസിസ്റ്റ് അറ്റാക്കുകൾ
അത്യാവശ്യം കൂടി വരുന്നുണ്ട്. അയർലൻഡിലും UK-യിലും. എനിക്കിപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ 2 സ്ഥലങ്ങളാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. സോ അയർലൻഡിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർക്കിലുള്ള ഒരു ഇന്ത്യക്കാരൻ, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പോൾ അറിയത്തില്ല, പക്ഷേ ന്യൂസ് ഐറിഷ് ഏകദേശമുള്ള RT ന്യൂസിലും ഐറിഷ് എക്സാമിനർ അങ്ങനെയുള്ള ഒരുപാട് ന്യൂസിലൊക്കെ വന്നതാണ്. ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിനെ അവന് കഴുത്തിൽ അവർ കയറൊക്കെ ഇട്ട് കുരുക്കി പിടിച്ച്, ഇവിടെയുള്ള ഐറിഷ് ലോക്കൽ ആൾക്കാരാണ്, കോർക്ക് സിറ്റിയിലാണ് നടന്നത്. അയർലൻഡിലെ 2ാമത്തെ വലിയ സിറ്റിയാണ് കോർക്ക് എന്ന് പറയുന്നത്. സോ അവിടെ അവരുടെ കഴുത്തിൽ കയറൊക്കെ ഇട്ട് കുരുക്കി പിടിച്ചിട്ട് അവനെ സ്ട്രാങ്കിൾ ചെയ്ത് കൊന്നില്ല, അവർ ശ്രമം നടത്തി. അത് പക്ഷേ അവൻ രക്ഷപ്പെട്ടു വന്നു. സോ ഇങ്ങനെയുള്ള അറ്റാക്കുകളൊക്കെ ഇപ്പോൾ ഒരുവിധം നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ അറിഞ്ഞത്, നമ്മുടെ ഡബ്ലിനിൽ നടന്നൊരു കാര്യമാണ്. ഒരു നേഴ്സായിരുന്നു, പുള്ളിക്കാരൻ ഡ്യൂട്ടി മോർണിംഗ് ഡേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈവനിങ് വണ്ടിയിൽ കയറി പോകുന്ന സമയത്ത് ഇതേ കണക്ക് പുള്ളിക്കാരനെ ഉപദ്രവിച്ചു. ഐറിഷുകാർ തന്നെയാണ് ഉപദ്രവിച്ചത്. വണ്ടിയിൽ വെച്ച് ഉപദ്രവിച്ചു, ഒരുപാട് ഉപദ്രവിച്ച്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളാരെങ്കിലും ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ വേറെ രാജ്യത്തിലെ ആൾക്കാരാണ്, ആരും ഒന്നും പറയത്തില്ല. ആരും നമ്മളതൊന്ന് രക്ഷിക്കാനായിട്ടോ അല്ലെങ്കിൽ നിർത്തുന്നോ അടി ഉണ്ടാക്കരുതെന്നോ ഇങ്ങനെയൊന്നും പറയാൻ ആരും നിൽക്കത്തില്ല. അപ്പം പുള്ളിക്കാരൻ ഒരുപാട് ഉപദ്രവിച്ചു. ഏറ്റവും അവസാനം ബസ്സിലായിരുന്നു, ഡ്രൈവർ വണ്ടി നിർത്തി, ഡ്രൈവർ മുന്നേ മുകളിൽ ചെന്നിട്ട് ഇവന്മാരെല്ലാം പുറത്തിറക്കി വിട്ടു. അപ്പോൾ അത് ഒരു സ്ഥിരമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെയുള്ള പിള്ളേരെ കൊണ്ടുള്ള ശല്യം. അത് ബസ്സിൽ കയറി കഴിഞ്ഞാലൊക്കെ അത് ഒരുവിധം ഉള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സിറ്റികളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ലേറ്റായിട്ട് അധികം നേരം കറങ്ങി നടക്കാതിരിക്കുക. നിങ്ങൾ പോകുന്നെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, ഗ്രൂപ്പായിട്ട് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്ത് പോയിട്ട് വരാനായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ അവർ നമ്മളെ ബുള്ളി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കുട്ടികൾ വന്നിട്ട് നമ്മളെ വല്ലാണ്ട് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങൾ പ്രൊവോക്ക് ആവാതെ നിങ്ങളുടെ പണി നോക്കി പോകുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതെന്ന് പറയുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ UK-യിൽ നടന്നൊരു സംഭവമാണ്. നമ്മുടെ ഏകദേശം ഒരു 70-80 വയസ്സുള്ളൊരു അപ്പൂപ്പൻ, ആ പുള്ളിക്കാരനെ അവിടെയുള്ള കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ വയസ്സ് 12-14 ഇതിലുള്ള 6 പിള്ളേരുണ്ടായിരുന്നു. 4 പെൺപിള്ളേരും 2 ആൺപിള്ളേരും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പാർക്കിലിട്ട് ചവിട്ടിക്കൊന്ന ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നു. റീസെൻ്റ് നടന്നൊരു സംഭവമാണ്. പുള്ളിക്കാരനെ പാർക്കിലിട്ട് ഉപദ്രവിച്ച്, പുള്ളിയുടെ പട്ടിയുമായിട്ട് നടക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഈ പിള്ളേർ കയറി ഉപദ്രവിച്ച് അവിടെ വെച്ച് ഉപദ്രവിച്ചിട്ട് അവർ ഓടിക്കളഞ്ഞ്. ഒരു ദിവസം 2 ദിവസം പുള്ളിക്കാരൻ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. സോ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതിന് ശേഷം പുള്ളിക്കാരൻ അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. സോ ഈ കുട്ടികളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ വലിയ കാര്യം ഉണ്ടാവുന്നതൊന്നും തോന്നുന്നില്ല. കാരണം ഈ കുട്ടികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അധിക നാൾ ജയിലിടാനുള്ള നിയമമൊന്നും ഇവിടെ ഇല്ല. അവർ പോവും, അതേ കണക്ക് തിരിച്ച് വരും. ഇവിടുത്തെ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം വെക്കേഷൻ ഹോമുകൾ പോലെയാണ്. അവർക്ക് പോയാൽ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. അവർക്ക് ഗെയിം ഉണ്ടാവും, ജിം ഉണ്ടാവും, ന്യൂസ് പേപ്പർ, ഫുഡ്, അത് ഇത് എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജയിലിൽ പോയിട്ടൊന്നും വലിയ കാര്യം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. അവരെ നല്ല സിറ്റിസൺസാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ്. പക്ഷേ പോയവർക്ക് പോയി എന്നേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പഴയ പോലെ അല്ല, യൂറോപ്പ് ഫുള്ളായിട്ടും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതിപ്പോൾ ലൈക്ക് അയർലൻഡിൽ മാത്രമല്ല ഈ പ്രശ്നം നടക്കുന്നത്. ഇപ്പം നമ്മൾ ഏത് രാജ്യത്ത് നോക്കി കഴിഞ്ഞാലും എല്ലായിടത്തും ഉണ്ട്. അത് ഇവൻ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, കാനഡയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ജർമ്മനിയിൽ ഇപ്പോൾ നടന്നത് നമ്മൾ ഇമിഗ്രൻസിനെതിരെയുള്ള മാത്രമല്ല, ഇമിഗ്രൻസ് കാണിച്ചൊരു വൃത്തികേടും ഉണ്ടായിരുന്നു. അവിടെ ഒരു സിറിയക്കാരൻ പോയിട്ട് ആരെയൊക്കെ കുത്തി ഉപദ്രവിച്ച കുറേ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അതിനെതിരെ ഇമിഗ്രൻസിനെതിരെയുള്ള ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ലൈക്ക് ഇവരിപ്പോൾ നമ്മളായാലും ലൈക്ക് പൊതുവെ എമിഗ്രൻസ് എന്നേ അവർ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ ഏത് രാജ്യം എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അല്ല, അതിപ്പോൾ എമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ അവർ റെഫ്യൂജീസ് എന്നുള്ളൊരു സ്റ്റാറ്റസിൽ എല്ലാവരെയും കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും റിസ്ക്കില്ല. അപ്പോൾ അതിപ്പോൾ നമ്മൾ ലീഗലാണ് അവർ ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇതും അവർക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചിരിക്കുക. സോ എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ യൂറോപ്പ് ഫുള്ളും വെസ്റ്റേൺ കൺട്രീസ് ഫുള്ളും ഒരു ആൻറ്റി ഇമിഗ്രേഷൻ്റെ ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ തീരുമാനങ്ങൾ അയർലൻഡിലോട്ട് വരാനോ യൂറോപ്പിലോട്ട് പോകാനോ ഉള്ള തീരുമാനങ്ങളൊക്കെ ഇതിൻ്റെ ബേസിസിൽ കൂടെ വേണം എടുക്കുക എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും ആരെയും വരണ്ടെന്ന് പറയത്തില്ല. ഒരുപക്ഷെ ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇത് വീണ്ടും മാറുമായിരിക്കാം. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത്രേ നമുക്ക് പറയാനുള്ളൂ. സോ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ.
അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സ് ആയിട്ട് ബാക്കി ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വരാനായിട്ട് ശ്രമിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ടാറ്റാ ബൈ ബൈ. കമൻറ്റിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.